കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഷലോം. ദൈവത്തിന്റെ മഹാകൃപയാൽ ഈ വർഷത്തിന്റെ അവസാന ദിവസത്തിലേക്ക്, അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എല്ലാവരും അവരവരുടെ ബൈബിളുകൾ കയ്യിലെടുക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. 103-ാമത്തെ സങ്കീർത്തനം 1 മുതലുള്ള ചില വചനങ്ങൾ, പ്രധാനമായിട്ടും 2 വാക്യങ്ങൾ വായിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ ചെയ്യുന്നതായ ഉപകാരങ്ങൾ ഒന്നും തന്നെ നമ്മൾ മറക്കുവാനായിട്ട് പാടില്ല. പിന്നെ എന്തു ചെയ്യണം? കർത്താവിനെ സ്തുതിക്കണം. ഈ പഴയ വർഷത്തിൽ ദൈവം നമുക്ക് ചെയ്തതായ സകല നന്മകളെയും ഓർത്തുകൊണ്ട് ഈ വർഷാവസാനത്തിൻ്റെ ഈ സമയത്ത് നമ്മൾ എന്തു ചെയ്യണം? കർത്താവിനെ സ്തുതിക്കേണ്ടതാണ്. കർത്താവിനെ നമ്മൾ സ്തുതിച്ചുകൊണ്ട്, അവനെ വാഴ്ത്തി, അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണതയോടെ കർത്താവിൽ സമർപ്പിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി ഒരു പുതിയ ബലത്തോടുകൂടി, പുതിയ ശക്തിയോടുകൂടി പുതിയ വർഷത്തിലേക്ക് നമ്മൾ ചുവടുവയ്ക്കാൻ പോവുകയാണ്. ഒന്നാമതായി ആത്മീയത ഓർത്തുകൊണ്ട്, 2 ആരോഗ്യത്തെ ഓർത്തുകൊണ്ട്, 3 അവൻ്റെ നന്മകളെ ഓർത്ത് നമ്മൾ കർത്താവിനെ സ്തുതിക്കേണ്ടതാണ് എന്ന് നമ്മൾ പഠിച്ചു. 4 നമുക്ക് ലഭിച്ച ആഹാരത്തെ ഓർത്ത് കർത്താവിനെ നമ്മൾ സ്തുതിക്കണമെന്നാണോ അതോ വേണ്ടെന്നാണോ? ആവർത്തന പുസ്തകം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ എന്താണ് ചെയ്യേണ്ടത്? അവന് സ്തോത്രം ചെയ്യണം. നീ ആഹാരം കഴിക്കുന്ന ഓരോ തവണയും എന്തു ചെയ്യണം? ആ കർത്താവിന് സ്തോത്രം ചെയ്യണം. ഈ സംവത്സരത്തിൽ ദൈവം നമുക്ക് ആഹാരം തന്നോ ഇല്ലയോ? ദൈവം നമ്മെ പോഷിപ്പിച്ചില്ലയോ? നമ്മെ പോഷിപ്പിച്ചു. എങ്കിൽ നമ്മളവനെ സ്തുതിക്കണം. നമ്മളവനെ സ്തുതിക്കുന്നുണ്ടോ? ഒരു പ്രായമുള്ള മനുഷ്യൻ പട്ടണത്തിലേക്ക് വന്നിട്ട് ഒരു ഹോട്ടലിലിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ, ആഹാരം കഴിക്കുന്നതിന് മുൻപായി അദ്ദേഹത്തിന് മുൻപിൽ ആഹാരം വെച്ചു കൊടുത്തപ്പോൾ 2 കരങ്ങളും കൂപ്പിക്കൊണ്ട് ആഹാരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ആഹാരം കഴിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന് മുൻപിലിരുന്ന ഒരു പയ്യൻ ഇത് കണ്ടു. ചോദിച്ചു, അപ്പൂപ്പാ, കൊള്ളാമല്ലോ, നിങ്ങളുടെ നാട്ടിൽ എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ നാട്ടിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ? അതായത് ആഹാരം കഴിക്കുന്നതിന് മുൻപ് ദൈവത്തിനെ സ്തുതിച്ച് അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമോ, നന്ദി പറയുമോ എന്ന് ചോദിച്ചു. അപ്പൂപ്പ, നിങ്ങളുടെ നാട്ടിലെല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ പന്നികൾ മാത്രം ഇങ്ങനെ ചെയ്യില്ല, മനുഷ്യരെല്ലാം ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. ആ പയ്യനപ്പോൾ ആരാണെന്ന് പറയുക. ആഹാരം കഴിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നുണ്ടോ? പ്രിയ സഹോദര, സഹോദരി, ഒരു സഹോദരൻ എന്നോട് സംസാരിച്ചിട്ട്, ബ്രദർ, നിങ്ങളോടൊരു കാര്യം പറയണം. എന്താണ്? എനിക്ക് ക്യാൻസർ പിടിപെട്ടിരുന്നു. അപ്പോൾ ധൈര്യത്തോടെ ഇരിക്കുക. ക്യാൻസർ വന്നാൽ ഇപ്പോൾ നല്ല ചികിത്സയൊക്കെ ലഭിക്കുന്നുണ്ടല്ലോ. ക്യാൻസർ കൊണ്ട് ഇപ്പോൾ ജീവൻ അപകടത്തിലാവുകയില്ല. ധൈര്യത്തോടെ ഇരിക്കുക. എനിക്ക് ധൈര്യമുണ്ട്. എന്നാൽ ക്യാൻസർ കാരണം ഞാൻ നഷ്ടത്തിലായിരിക്കുകയാണ്. എന്താണ് നഷ്ടമായത്? എൻ്റെ അകത്തുള്ള കുടലെല്ലാം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അതായത് ഇനിയും ഒരിക്കലും എനിക്ക് ആഹാരം കഴിക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ ഈ ശരീരത്തിൽ ഇപ്പോൾ എനിക്ക് വയറ് ഇല്ലാത്ത അവസ്ഥയാണ്. വയറിനെയാണ് ക്യാൻസർ ബാധിച്ചത്. അതുകൊണ്ട് കുടലെല്ലാം എടുത്തു കളഞ്ഞു. ഇപ്പോൾ എനിക്ക് നിങ്ങളെപ്പോലെ ആഹാരം കഴിക്കാൻ കഴിയില്ല. എൻ്റെ കൺമുൻപിൽ എന്തെല്ലാമുണ്ടെങ്കിലും, ഏതെല്ലാം ആഹാരമുണ്ടെങ്കിലും, എത്രയുണ്ടെങ്കിലും എനിക്കിത് വാങ്ങുവാൻ കഴിയുമെങ്കിലും കഴിക്കാനായി കഴിയില്ല. ബ്രദർ, പ്രിയ സഹോദരി, സഹോദര, ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആഹാരം സന്തോഷത്തോടെ കഴിക്കുവാനായി കഴിയുന്നുണ്ടോ? വയർ നിറച്ച ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവിനെ സ്തുതിക്കുന്നുണ്ടോ? ബൈബിളിൽ എന്താണ് പറയുന്നത്? നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ, നിങ്ങൾ തിന്ന് തൃപ്തി പ്രാപിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. ഒരു ഭർത്താവ് അവിടെ ഇരിക്കുന്നു, ഭാര്യ അടുത്തിരിപ്പുണ്ട്, മകളും അടുത്തുണ്ട്. അതായത് മാതാവും പിതാവും അടുത്ത മകളുമുണ്ട്. ആ ഭർത്താവ്, അതായത് ആ മകളുടെ പിതാവ്, പ്രാർത്ഥിക്കുന്നു, കർത്താവെ, തന്നിരിക്കുന്ന ആഹാരത്തെ ഓർത്തുകൊണ്ട്
രുചികരമായ ആഹാരത്തെ ഓർത്തുകൊണ്ട് നിന്നെ സ്തുതിക്കുകയാണ് കർത്താവെ, അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അടുത്തിരുന്ന കൊച്ചുകുട്ടിയും 2 കരങ്ങളും കൂപ്പി, ഭാര്യയും 2 കരങ്ങളും കൂപ്പി. ലഭിച്ച ആഹാരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ചിട്ട് അതിനുശേഷം ആഹാരം കഴിക്കാൻ തുടങ്ങുകയാണ്. വായിൽ ഒരു ഉരുള ചോറ് വെച്ചപ്പോൾ, ചീച്ചി, ഇത് നിങ്ങൾക്ക് പുതുമയുള്ള കാര്യമല്ലല്ലോ. ഛേ, എന്താണിത്? മനുഷ്യന് തിന്നാൻ വേണ്ടിയുള്ളതാണോ? മനുഷ്യനാണെങ്കിൽ മനുഷ്യന്, മനുഷ്യനല്ല എങ്കിൽ എന്താണ് നീ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്? ഉറക്കെ സംസാരിച്ച് ബഹളം വയ്ക്കുകയാണ്. അടുത്തിരുന്ന പെൺകുട്ടി പറഞ്ഞു, ഡാഡി, ഒരു നിമിഷം. എന്താണ് മോളെ? നമ്മൾ പറയുന്നതായ എല്ലാ വാക്കുകളും കർത്താവ് കേൾക്കുമോ? തീർച്ചയായും കേൾക്കും. നമ്മൾ ചെയ്ത പ്രാർത്ഥന ദൈവം കേട്ടോ? തീർച്ചയായിട്ടും അത് കേട്ടിട്ടുണ്ട്. മുമ്പേ നമ്മൾ ചെയ്തതായ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു മോളെ. ഇപ്പോൾ കിടന്ന് ബഹളം വയ്ക്കുന്നത് ദൈവം അതും കേൾക്കും മോളെ. ആദ്യം എന്താണ് പറഞ്ഞത്? രുചികരമായ ആഹാരത്തിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നുവെന്ന്. ഇപ്പോൾ ഈ ആഹാരത്തെ ഛേ എന്ന് പറയുന്നു. ഇപ്പോൾ ദൈവം ഇതിലേതിനെയാണ് വിശ്വസിക്കേണ്ടത്? നമ്മിൽ പല ആളുകൾക്കും ഇങ്ങനെ പുറമേയുള്ള പ്രാർത്ഥനകളാണ്, പുറമേയുള്ള സ്തോത്രം മാത്രമാണ്, പുറമേയുള്ള സ്തുതികളാണ്. എന്നാൽ ഈ ദിവസം ഒരു തീരുമാനമെടുക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം തന്നിരിക്കുന്ന ആഹാരത്തെ ഓർത്തുകൊണ്ട് പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്തുതിക്കുക, വാഴ്ത്തുക. ഈ കാര്യം കൊള്ളാമല്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പാകം ചെയ്യരുത്. നോക്കണം, കഴിഞ്ഞ ദിവസം ബ്രദർ എന്താണ് പറഞ്ഞത്, വചനത്തിൽ കൂടി മറക്കരുത് കേട്ടോ, ഇങ്ങനെ അലക്കരുത് കേട്ടോ എന്നൊക്കെ പറയും. ദൈവം കേൾക്കണം. ദൈവം നമുക്ക് നൽകുന്നവയിൽ നിന്ന് നല്ല ആഹാരത്തെ രുചികരമായിട്ട് ആരോഗ്യകരമായിട്ട് കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് മഹാഭാഗ്യമാണ്. ദൈവം കേൾക്കണം. ഇന്ന് നമ്മൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ വേദപുസ്തകത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ആഹാരം കഴിച്ച് തൃപ്തി പ്രാപിക്കുവാൻ കഴിയുന്നവൻ ആർ? നിങ്ങളിൽ എത്ര പേർക്ക് നല്ലവണ്ണം ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ട്? കരമുയർത്താമോ? അത് ദൈവം നമുക്ക് നൽകിയതായ മഹാഭാഗ്യമാണ്. വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നു എന്ന് പറയുന്നവർ കരമുയർത്താമോ? വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നവർ, ദൈവം നമുക്ക് നൽകിയ ഭാഗ്യമാണത്. കർത്താവിൻ്റെ അനുവാദമില്ലാതെ ആഹാരം കഴിക്കുവാൻ കഴിയുന്നവൻ ആരാണ്? ഈ കാലത്ത് നോക്കുക, എത്രയോ പേരാണ് ആശുപത്രിയിൽ കിടക്കുന്നത്. ഒരു ദിവസം ഒരു ആശുപത്രിയിലേക്ക് ഞാൻ പോയി. എന്നെ കണ്ടപ്പോൾ ഓടി വന്നൊരു മാതാവ് പറയുകയാണ്, ബ്രദർ, ദയവ് ചെയ്ത് എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കൂ. എന്താണ് സംഭവിച്ചത്? 3 വർഷമായിട്ട് ഒരേ കിടപ്പിൽ തന്നെയാണ്. ഓക്സിജന്റെ മാസ്ക് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നു. ഇഞ്ചക്ഷനുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, മരുന്നുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, മെഷീനുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് യാതൊരുവിധ ചലനവുമില്ല. ലക്ഷക്കണക്കിന് പണം ചിലവാക്കിക്കൊണ്ടേയിരിക്കുന്നു. അല്പം വെള്ളം പോലും കുടിക്കാൻ കഴിയില്ല. അടുത്തിരിക്കുന്ന ഭാര്യയെ നോക്കുവാൻ പോലും കഴിയില്ല. അങ്ങനെ കിടക്കിൽ എത്ര കാലമായി കിടക്കുന്നു എന്നറിയാമോ? 3 വർഷമായി. ഇന്ന് നമുക്ക് വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നല്ല വെള്ളം കുടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പറയൂ, അതെന്താണ്? ദൈവം നമുക്ക് തന്നിരിക്കുന്ന മഹാഭാഗ്യമാണ്. മനസ്സോടുകൂടി കർത്താവിനെ സ്തുതിക്കണമോ വേണ്ടയോ? വരൂ, 2 കരങ്ങളും കൂപ്പിക്കൊണ്ട് ദൈവം തന്നിരിക്കുന്ന ആഹാരത്തെ ഓർത്തുകൊണ്ട്, ആഹാരം കഴിക്കുവാൻ കഴിയുന്ന ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. കർത്താവേ, രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ ചായയും കാപ്പിയും കുടിക്കാൻ കഴിയുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ട്, രാത്രിയിലും ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ട്. ആഹാരം കഴിക്കാൻ കഴിയുന്ന ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഈ സമയത്ത് ഞങ്ങളെല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കഴിച്ച് തൃപ്തിയോടെ ജീവിക്കാനുള്ള കൃപ തരണമേ. ഈ ശരീരം ബലത്തോടെ ആയിരിക്കണമെങ്കിൽ ഞങ്ങൾ ആഹാരം കഴിച്ചിരിക്കേണ്ടതാണ്. ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ ആരോഗ്യത്തോടെ ഇരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയൂ. ഈ ആരോഗ്യത്തെ നശിപ്പിച്ചു കളയാതെ, പാപകരമായ ജീവിതത്തിന്, ദുശീലങ്ങൾക്ക് ഇടം കൊടുക്കാതെ ഞങ്ങളുടെ ശരീരങ്ങളെ കാക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് വയറ് നിറച്ച ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ട് കർത്താവേ. അന്ത്യശ്വാസം വരെയും കർത്താവേ, ആഹാരം കഴിക്കാനുള്ളതായ ഭാഗ്യത്തെ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ജനിച്ച അന്നു മുതൽ ഈ ദിവസം വരെയും ഞങ്ങൾ കഴിച്ചതായ ആഹാരത്തെ ഓർത്തുകൊണ്ട്, കുടിച്ചതായ വെള്ളത്തെ ഓർത്തുകൊണ്ട്, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യത്തെ ഓർത്തുകൊണ്ട് എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത നന്മകൾ ഒന്നും
മറക്കരുത്, മറക്കരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ആത്മീയതയെ ഓർത്തുകൊണ്ട്, ആരോഗ്യത്തെ ഓർത്തുകൊണ്ട്, ആഹാരത്തെ ഓർത്തുകൊണ്ട്, സാമ്പത്തിക നന്മകളെ ഓർത്തുകൊണ്ട്, ദൈവത്തിന് ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചല്ലോ. അവസാനമായി ആപത്തുകളെ ഓർത്തുകൊണ്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. ഈ സംവത്സരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആപത്തുകളും അപമാനങ്ങളും നിന്ദകളും തടസ്സങ്ങളും ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സന്ദർഭത്തിൽ ഉണ്ടാകുവാൻ ഇടയായതാണ്. അതേന്ന് പറയുന്നവർ കരമുയർത്താമോ? സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നതാണ്, ശരിയല്ലേ? എന്നാൽ ബൈബിളിൽ എന്താണ് പറയുന്നത്? എല്ലാറ്റിനെയും ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. 1 തെസ്സലോനിക്കർക്ക് എഴുതിയതായ ലേഖനം 5-ാം അധ്യായം വായിക്കുന്നു. എല്ലാറ്റിനും എന്താണ്? എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. എല്ലാ വിഷയത്തിലും, അത് എന്തുതന്നെയായാലും, നിങ്ങളുടെ ജീവിതത്തിൽ നന്മ പ്രാപിച്ച കാര്യമാകട്ടെ, തിന്മ പ്രാപിച്ച കാര്യമാകട്ടെ, അനുഗ്രഹങ്ങൾ ആകട്ടെ, ആപത്തുകളാകട്ടെ, അനർത്ഥങ്ങളാകട്ടെ, ആരോഗ്യമാകട്ടെ, അനാരോഗ്യമാകട്ടെ, എല്ലാ വിഷയങ്ങളിലും നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. ഇത് സാധിക്കുന്നതാണോ? കോറി ടെൻ ബൂം എന്ന ശ്രേഷ്ഠയായ ഒരു ഭക്ത തൻ യഹൂദ സ്ത്രീയായി ജർമ്മനി ദേശത്ത് ജീവിക്കുന്ന കാലത്ത് നടന്നത് എന്താണെന്നറിയാമോ? നാസി സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ച് അവയെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹിറ്റ്ലർ യഹൂദന്മാരെ എല്ലാവരെയും കഠിനമായി ഉപദ്രവിക്കുന്ന സമയമാണത്. അങ്ങനെ കഠിനമായി ഉപദ്രവിക്കുന്നതായ ദിവസങ്ങളിൽ യഹൂദന്മാരെയെല്ലാം ബന്ധനത്തിലാക്കിയിട്ട് കാരാഗൃഹത്തിലടച്ചിട്ട് ചില സന്ദർഭങ്ങളിൽ ചെറിയ ചെറിയ മുറിക്കുള്ളിൽ ഇട്ടുകൊണ്ട് 30 പേരെ 40 പേരെ ചെറിയ മുറിക്കുള്ളിൽ അടുക്കിയിടുമായിരുന്നു. ശ്വാസം മുട്ടിയിട്ട് അങ്ങനെ തന്നെ അവിടെ കിടന്ന് മരിക്കുന്ന ആളുകളുമുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഇവരെ കൊല്ലുന്നത്. ഈ കോറി ടെൻ ബൂം എന്ന ഭക്തിയും അതുപോലെ അവരുടെ സഹോദരിയായ ഒരു സ്ത്രീയും കൂടി കർത്താവിനെ ആരാധിക്കുന്നു എന്ന് ആരോപിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുവാൻ ഇടയായി. അങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെട്ടതായ സമയം പ്രാർത്ഥന ചെയ്യുവാൻ വഴിയില്ല, വചനം വായിക്കുവാനായിട്ട് വഴിയില്ല. എന്നാൽ അവരുടെ മനസ്സിൽ ഉള്ളതായ, അവർ പഠിച്ചതായ ആ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ഒരുമിച്ച് ആ കാലത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ ധ്യാനത്തിൽ ആ ദിവസം അവരുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ എല്ലാറ്റിനെയും ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. കോറി ടെൻ ബൂം പറയുകയാണ്, ചേച്ചി എങ്ങനെ സ്തുതിക്കാൻ കഴിയും? ഇത്ര ഭയങ്കരമായ ജയിലിലാണല്ലോ നമ്മൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൊതുകുകൾ വന്ന് അവളെ കുത്തുകയാണ്. നോക്കു ചേച്ചി, എന്നെ കൊതുകുകൾ വന്ന് കുത്തുന്നത് കണ്ടില്ലേ? സഹോദരിയായ ബെറ്റ്സി പറഞ്ഞു, മകളെ, വചനം എന്താണ് പറയുന്നത്? എല്ലാറ്റിനെയും ഓർത്ത് സ്തോത്രം ചെയ്യുക. എന്താണ്? നമ്മളെ കൊതുക് കുത്തുമ്പോൾ അതിനെയും ഓർത്താണ് സ്തോത്രം ചെയ്യേണ്ടത്. വചനപ്രകാരമാണെങ്കിൽ അത് സത്യമാണ്. നമ്മളെ കുത്തുന്ന കൊതുകുകളെയും ഓർത്തുപോലും നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചേച്ചി. മനസ്സിലാകുന്നില്ല എങ്കിലും ശരി, വചനം സത്യമാകുന്നത് കൊണ്ട് നാം ആയിരിക്കുന്ന സാഹചര്യത്തെ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കണം. നമ്മെ എന്തുകൊണ്ടാണ് ഈ കാരാഗൃഹത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവന്നത് എന്നെനിക്കറിയില്ല. എന്നാൽ ഇതിന്റെ പിന്നിൽ നിന്റെ ഒരു ഹിതമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്നെ സ്തുതിക്കുന്നു. എന്തുകൊണ്ട് ഈ ആപത്ത് വന്നു, ഈ അനർത്ഥം വന്നു എന്നത് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഞങ്ങൾ ഇതോർത്ത് നിന്നെ സ്തുതിക്കുകയാണ്. അവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പോൾ ബെറ്റ്സി എന്ന് പറയുന്ന സഹോദരി പറയുകയാണ്, കർത്താവെ, ഞങ്ങളുടെ ഉറക്കങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഈ കൊതുകിനെ ഓർത്തും നിന്നെ സ്തുതിക്കുകയാണ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോറി ടെൻ ബൂം, കർത്താവെ, എൻ്റെ സഹോദരി സ്തോത്രം പറയുന്നല്ലോ, ഞാനും ഈ കൊതുകുകളെ ഓർത്തുകൊണ്ട് നിനക്ക് സ്തോത്രം പറയുന്നു. അങ്ങനെ സ്തോത്രം പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ അവിടെ തന്നെ താമസിച്ചു വന്നതായ ആ അധികാരികൾ ഓരോരുത്തരായി അവർ ആയിരുന്ന ആ ഭവനത്തെ വിട്ടുകൊണ്ട് അവർ അവിടെ നിന്നും വളരെ ദൂരെ പോകുവാനിടയായി. അങ്ങനെ പോയ സമയത്ത് ഇവർ ഉച്ചത്തിൽ പൊതുവായിട്ട് തന്നെ പ്രാർത്ഥിക്കുവാനിടയായി. പരസ്യമായിട്ട് വചനം വായിക്കുന്നത് ശീലമാക്കി. പരസ്യമായിട്ട് കർത്താവിനെക്കുറിച്ച് മറ്റുള്ള ആളുകളോട് പറയുന്നതും ശീലമാക്കി. ആ കാരാഗൃഹം പിന്നീട് ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റാനിടയായി. അതേ നമ്മുടെ റൂമിന് ചുറ്റും കാവൽ നിന്നതായ പോലീസുകാർ ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മുറിയുടെ അരികിലേക്ക് വരാത്തത്, എന്തുകൊണ്ടാണ് അകന്നു പോയത് എന്ന് ചോദിച്ചപ്പോൾ പിന്നീട് മനസ്സിലായ വാസ്തവം എന്താണെന്നറിയാമോ? ഈ സ്ഥലത്ത് ഈ മുറിയുടെ അരികിൽ കൂടുതൽ കൊതുകുകൾ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ആ കൊതുകടി സഹിക്കവയ്യാതെ പോലീസുകാർ അവിടെ നിന്നും മാറിപ്പോയി. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. തങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നതായ ആ കൊതുകുകളെ ദൈവം എന്തിനാണ് അയച്ചത്? ഇവരെ കുത്തുന്നതിന് വേണ്ടി മാത്രമല്ല,
ഇവരുടെ അരികിലേക്ക് പോലീസുകാർ വരാതെ ഇരിക്കുവാനും ഇവർക്ക് ദൈവത്തെ ആരാധിക്കുവാനും. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ കടന്നുവരുന്നതായ ആപത്തുകളും അനർത്ഥങ്ങളുമൊക്കെ നമ്മൾ അറിയാതെ തന്നെ ഈ ബുദ്ധിമുട്ടുകളൊക്കെയും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലായിട്ട് ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ഉദ്ദേശങ്ങൾ ഉണ്ട്. ബൈബിളിൽ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അതായത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ വർഷത്തിൽ നിന്റെ ജീവിതത്തിൽ പല വിഷയങ്ങളും നിന്റെ ജീവിതത്തിൽ കണ്ണുനീരിന്, ബുദ്ധിമുട്ടിന് കാരണമായി തീർന്നേക്കാം. കഷ്ടത വരുത്തിവെക്കുന്നുണ്ടാകാം, ക്ഷാമത്തിൽ കൂടി നടത്തുന്നുണ്ടാകാം. അത് എന്താണെങ്കിലും ശരി, അതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ നീ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട് വരികയാണെങ്കിൽ അതിനെ കൂട്ടരുത്. നീതിയോടെ സത്യസന്ധതയോടെ ജീവിക്കുമ്പോഴും രോഗഭാരമുണ്ടാകുന്നോ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാകുന്നോ, ആപത്തുകളും അനർത്ഥങ്ങളും നിന്ദകളുമൊക്കെ നേരിടേണ്ടി വന്നിരിക്കുന്നുണ്ടോ എങ്കിൽ കേൾക്കൂ. അതിൻ്റെ പിന്നിലായി ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ അത്ഭുതത്തെ നീ ഈ പുതിയ വർഷത്തിൽ കാണുവാൻ പോകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം ഞങ്ങളറിയാതെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, ആപത്തുകൾ, നിന്ദകൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സംഭവിച്ചു. അവ എന്തിനുണ്ടായി എന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ എല്ലാറ്റിനെയും ഓർത്തുകൊണ്ട് നിന്നെ സ്തുതിക്കണം എന്ന് വചനം പറയുന്നു. സ്തുതിക്കുന്നു കർത്താവേ. സകലതും ഞങ്ങൾക്ക് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും എന്ന് വിശ്വസിച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആപത്തുകളെ ഓർത്തുകൊണ്ട് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങളെ ഓർത്ത് നിന്നെ സ്തുതിക്കുകയാണ്. രോഗഭാരത്തെ ഓർത്തുകൊണ്ട് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നേരിട്ട അപമാനത്തെ ഓർത്തുകൊണ്ട് നിന്നെ സ്തുതിക്കുകയാണ്. കർത്താവേ, ഇവയെല്ലാറ്റിനെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉന്നത ഉദ്ദേശത്തോടുകൂടി നീ അനുവദിച്ചിരിക്കുന്നു എന്നത് വിശ്വസിച്ച് നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സ്തുതികൾ അംഗീകരിച്ചുകൊണ്ട് ഈ പുതിയ സംവത്സരത്തിൽ കർത്താവേ, ഞങ്ങൾ ഈ വർഷത്തിൽ അനുഭവിച്ചതായ കഷ്ടതകൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക്, സാമ്പത്തിക ഞെരുക്കങ്ങൾക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രതിഫലമായി 100 മടങ്ങ് ഈ പുതിയ സംവത്സരത്തിൽ നന്മയുടെ ദിവസങ്ങൾ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുവാൻ കൃപ തരണമെന്ന്, അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കൂടെ നിന്നതിനെ ഓർത്ത് ഞങ്ങൾക്ക് ആരോഗ്യം തന്നു, സാമ്പത്തിക നന്മകൾ തന്നു, ആഹാരം കഴിക്കാനുള്ള കൃപയെ തന്നു, ആത്മാവിന്റെ രക്ഷയെ തന്നു, ആപത്തുകളുടെ നടുവിൽ ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. നിനക്ക് തന്നെ സകല മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ പഴയ വർഷത്തിൽ ഞാൻ ചെയ്തതായ എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് നിനക്ക് സ്തുതിയും മഹത്വവും കരയേറ്റുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. പ്രിയ സഹോദര സഹോദരി, ഇത് കഴിഞ്ഞു പോകുന്നതായ പഴയ വർഷമാണ്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ പുതിയ വർഷത്തിലേക്ക്, പുതിയ സംവത്സരത്തിലേക്ക് കാൽവെക്കാൻ പോകുന്നു. ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ആരും തന്നെ സൂക്ഷിക്കില്ല എന്ന്. അതുപോലെ പുതിയ വസ്ത്രത്തോട് പഴയ വസ്ത്രം ആരും കൂട്ടിത്തുന്നുകയില്ല എന്നും പറയുന്നു. പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത്? പുതുക്കം പ്രാപിച്ചവരായിട്ട് പോകണം, വിശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് പോകണം. ഒരു ധനവാനുണ്ട്. അദ്ദേഹം തന്റെ കാറിൽ കയറുമ്പോൾ എന്തോ ഒരു ദുർഗന്ധമുണ്ടാകുന്നു. ഈ ദുർഗന്ധത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നീട് മനസ്സിലായി, തന്റെ കാർ ഓടിക്കുന്നതായ ഡ്രൈവറുണ്ടല്ലോ, അദ്ദേഹം ധരിച്ചിരിക്കുന്നതായ സോക്സ് വളരെ മുഷിഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് കാർ മുഴുവൻ ദുർഗന്ധം വമിക്കുന്നത്, യാത്ര മുഴുവൻ ദുർഗന്ധമുണ്ടാകുന്നു. അതുകൊണ്ട് എന്തു ചെയ്യുന്നറിയാമോ? അടുത്ത ദിവസം ആ ധനവാൻ വന്നതായ സമയത്ത് പുതുതായിട്ട് 2 സോക്സുകൾ വാങ്ങി വന്നിരുന്നു. ഡ്രൈവറിന്റെ കയ്യിൽ കൊടുത്തു. മകനെ, ഈ പുതിയ സോക്സ് ധരിക്കൂ, അല്ലാതെ യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, ദുർഗന്ധം സഹിക്കാൻ കഴിയുന്നില്ല, ശരിയാകട്ടെ എന്ന് പറഞ്ഞു. അതിനടുത്ത ദിവസം ഈ ധനവാൻ വളരെ സന്തോഷത്തോടാണ് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കാറിൻ്റെ ഉള്ളിൽ നല്ല ശുദ്ധിയായിരിക്കും, നല്ല സുഗന്ധമുണ്ടാകും, ദുർഗന്ധമുണ്ടാവുകയില്ല എന്ന വിശ്വാസത്തോടെ കടന്നു വന്നു. എന്നാൽ വീണ്ടും അതേ ദുർഗന്ധം. അപ്പോൾ ഇയാൾ ഡ്രൈവറോട് ചോദിച്ചു, നിന്റെ സോക്സ് ദുർഗന്ധം വമിക്കുന്നത് കൊണ്ട് ഞാൻ പുതിയ സോക്സ് വാങ്ങിത്തന്നല്ലോ, അത് നീ ധരിച്ചിട്ടുണ്ടോ? ഞാൻ ധരിച്ചിട്ടുണ്ട്. നീ ധരിച്ചിരിക്കുന്നത് പുതിയ സോക്സ് ആണെങ്കിൽ വീണ്ടും എന്തുകൊണ്ടാണ് കാറിനുള്ളിൽ ദുർഗന്ധമുണ്ടാകുന്നത്? വീണ്ടും പഴയ അതേ ദുർഗന്ധം. സത്യമായിട്ടും നീ പുതിയ സോക്സ് ധരിച്ചിട്ടുണ്ടോ?
അങ്ങ് തന്നെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് വെളിയിൽ വന്നിട്ട് ആ സോക്സ് കാണിക്കാനിടയായി. ആ പുതിയ സോക്സ് ധരിച്ചിട്ടും എന്തുകൊണ്ടാണ് ദുർഗന്ധമുണ്ടാകുന്നത്? ശരിയാകട്ടെ, ആ പഴയ സോക്സ് ഇപ്പോൾ എവിടെ കളഞ്ഞു? എന്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. എന്താണ് ചെയ്തിരിക്കുന്നത്? തന്റെ പോക്കറ്റിൽ വെച്ചിരിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, നമ്മൾ പുതിയ വർഷത്തിലേക്ക് പോവുകയാണ്. പഴയ സോക്സുകൾ കൊണ്ടുപോകരുത്. പഴയ ജീവിതത്തെ അങ്ങനെ കൊണ്ടുപോകരുത്. പഴയ കൂട്ടുകെട്ടുകളെ കൊണ്ടുപോകരുത്. പഴയ ദുശീലങ്ങളെ കൊണ്ടുപോകരുത്. പാപം നിറഞ്ഞതായ, അതായത് ഈ വർഷത്തിൽ ആത്മീയമായി നിന്നെ നശിപ്പിച്ചതായ, സാമ്പത്തികമായി നശിപ്പിച്ചതായ, ആരോഗ്യപരമായി നിന്നെ നശിപ്പിച്ചതായ ഒന്നിനെയും പുതിയ വർഷത്തിൽ കൊണ്ടുപോകരുത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദിക്കും, ബ്രദർ, പുതിയ വർഷത്തിൽ പുതുമയോടെ ഞാൻ പോകണമെങ്കിൽ എന്തു ചെയ്യണം? വെരി സിമ്പിൾ. നിങ്ങൾ ഉള്ളതുപോലെ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കുക. അപ്പോൾ അവനെന്തു ചെയ്യും? വേദപുസ്തകത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു, നമ്മെ മാറ്റിയെടുക്കുന്നു. ഒരു നിമിഷം ഒരു വീഡിയോ കാണിക്കുകയാണെന്ന് നോക്കുക. അത് ഒരുപാട് ഓടി മുഷിഞ്ഞ് വൃത്തികെട്ട് പോയതായ ഒരു കാറ്. ഈ ഒടങ്കല്ലി കാറിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. പൊടി പിടിച്ചിരിക്കുകയാണ്. ഒരുപാട് യാത്ര ചെയ്തതാണ്. ചെളി പിടിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നീയും ഒരുപാട് ഇടങ്ങളിൽ പോയിട്ട് പൂർണ്ണമായിട്ടും മലിനമായിരിക്കുകയാണെങ്കിൽ ഈ രാത്രിയിൽ എന്തു ചെയ്യണം? മൊത്തം മണ്ണ് പിടിച്ചതായ കാരണം സർവീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. ആ കാറിനെ വാട്ടർ സർവീസിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ കാർ ഈ രീതിയിൽ കഴുകപ്പെട്ടു. മുൻപിലും പിൻപിലും അടിയിലും മുകളിലും 4 ഭാഗത്തും മുഷിഞ്ഞുപോയ ആ കാറിനെ സർവീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? കാർ പൂർണ്ണമായിട്ടും എല്ലാ വശത്തും കഴുകപ്പെടാനിടയായി. അതുപോലെ അകത്തും പുറത്തുമെല്ലാം കഴുകപ്പെട്ട് ഇപ്പോൾ ആ കാറ് വെളിയിലേക്ക് വരുന്നു. എങ്ങനെ വരുന്നുവെന്ന് നോക്കുക, നിങ്ങൾ തന്നെ കാണുക. ഒരു പുതിയ കാറായിട്ട് വെളിയിലേക്ക് വരികയാണ്. പ്രിയ സഹോദര സഹോദരി, എൻ്റെ അപേക്ഷ ഇതാണ്. ഈ ദിവസം നീ എത്രത്തോളം മലിനമായി തീർന്നതായ വ്യക്തിയാണെങ്കിലും, എത്ര വലിയ പാപിയാണെങ്കിലും, ഒരുപാട് തവണ വീണുപോയതായ വ്യക്തിയാണെങ്കിലും, എൻ്റെ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുവാനും നിന്നെ ശുദ്ധീകരിക്കുവാനും നിന്നെ പുതുതായി മാറ്റുവാനും ഒരുക്കമുള്ളവനാണ്. നമ്മളെന്താണ് ചെയ്യേണ്ടത്? കർത്താവേ, ഒരു പാപിയായിട്ട് ഈ പുതിയ വർഷത്തിൽ ഞാൻ കാൽ വയ്ക്കുവാൻ പാടില്ല. കർത്താവേ, ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടവനായിട്ട് ഈ പുതിയ വർഷത്തിൽ കാൽ വയ്ക്കണമെന്ന് ആശിക്കുന്നു. ഹിമത്തേക്കാൾ വെണ്മയുള്ളതായി എൻ്റെ പ്രാണനെയും ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കണമേ കർത്താവേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എൻ്റെ കർത്താവ് നിന്നെ ശുദ്ധീകരിക്കും. പ്രാണാത്മ ശരീരങ്ങളെ കഴുകാനിടയാകും. അവൻ പരിപൂർണമായിട്ടും നിന്നെ ശുദ്ധീകരിക്കുവാനിടയാകും. നമ്മളെന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധനായ പിതാവേ, ഞങ്ങൾ പുതിയൊരു സംവത്സരത്തിലേക്ക് കടക്കാൻ പോകുന്നു. പ്രവേശിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കണം. പരിശോധിച്ചിട്ട് വിശുദ്ധീകരിക്കണം. ഞങ്ങൾ കഴുകപ്പെടണം. പുതിയ സംവത്സരത്തിലേക്ക് ഒരു പുതിയ വ്യക്തിയായിട്ട്, നിന്നെ പ്രസാദിപ്പിക്കുന്നവനായിട്ട്, നിന്നെ മഹത്വപ്പെടുത്തുന്നവനായി എന്നെ നടത്തണമേ കർത്താവേ. നിന്റെ ചുവടുകൾ പിന്തുടരാനുള്ള ഭാഗ്യം നൽകണമേ. നിന്റെ നിഴലിന് കീഴിലായിരിക്കാനുള്ള ഭാഗ്യം തരണമേ കർത്താവേ. ഒരുപാട് തവണ ഞങ്ങൾ നിന്നെ മുറിവേൽപ്പിച്ചു, വേദനിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞുപോയി. എന്നാൽ ഈ ദിവസം മുതൽ നിന്നെ സന്തോഷിപ്പിക്കുന്ന നിന്റെ മക്കളായിട്ട്, നിന്നെ ഉയർത്തുന്ന നിന്റെ മകനായി, മകളായി
ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.